ഓം ശാന്തി. ഇന്നത്തെ മുരളിയിൽ പരമപ്രിയനായ പരമാത്മാവ് എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് കേൾക്കാം. മുരളി ഡേറ്റ് 3/10/2020. ബാബ പറയുന്നത്, മീട്ടെ ബच्चे, आत्मारूपी बैटरी 84 मोटरों में जाने के कारण डल हो गई है. अब उसे याद की यात्रा से भरपूर करो. ബാബ പറയും, മധുരമായ കുട്ടികളെ, ആത്മാവാകുന്ന ബാറ്ററി 84 മോട്ടറുകളിൽ ഉപയോഗിക്കപ്പെട്ട് ഇപ്പോൾ ആത്മാവിൻ്റെ ശക്തിയൊക്കെ ഇപ്പോൾ ഡള്ളായിരിക്കുകയാണ്. ഇപ്പോൾ വീണ്ടും ഓർമ്മയാകുന്ന യാത്രയിലൂടെ ഈ ബാറ്ററി ചാർജ് ചെയ്യണം. അതായത് ബാബ പറയുന്നത്, നമ്മൾ അനേക ജന്മങ്ങളെടുത്തു, അനേക വേഷങ്ങൾ അഭിനയിച്ചു. അപ്പോൾ പതുക്കെ പതുക്കെ ആത്മാവിൻ്റെ ശക്തി കുറയാൻ തുടങ്ങി. അപ്പോൾ ശക്തി കുറയുന്നതനുസരിച്ച് പിന്നെ അടുത്ത ശരീരം എടുക്കും. അങ്ങനെ രണ്ടാമതൊരു ശരീരം, മൂന്നാമതൊരു ശരീരം, അങ്ങനെ അനേക ശരീരം എടുത്ത് ഇപ്പം 84ാമത്തെ ജന്മത്തിലാണ്. ഇപ്പോൾ പൂർണ്ണമായിട്ട് ആത്മാവ് തമോപ്രധാനമായി മാറി. ഇനി വീണ്ടും ഇതിനെ സതോപ്രധാനമാക്കണം, ശക്തിശാലിയാക്കി മാറ്റണം. അതിന് പരമാത്മാവിനെ ഓർമ്മിക്കണം. ഇന്നത്തെ മുരളിയുടെ ചോദ്യം, ബാബ കിൻ ബച്ചോं को बहुत बहुत ഭാഗ്യശാലി സമജ്തേ ഹെ. ബാബ ഏത് കുട്ടികളെയാണ് വളരെ വളരെ ഭാഗ്യശാലികളാണെന്ന് പറയുന്നത്? उत्तरम, जिनके पास कोई झंझट नहीं है, जो निर्बंधन है, ऐसे बच्चों को बाबा कहते हैं तुम बहुत बहुत भाग्यशाली हो. ബാബ പറയുന്ന ആർക്കാണോ ഒത്തിരി പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തത്, നിർബന്ധനരായിട്ടിരിക്കുന്നത്, അങ്ങനെയുള്ള കുട്ടികളെ ബാബ പറയുന്നത് നിങ്ങൾ വളരെ വളരെ ഭാഗ്യശാലികളാണ്. നിങ്ങൾക്ക് ഓർമ്മയാകുന്ന യാത്രയിലിരുന്ന ബാറ്ററിയെ ഫുൾ ചാർജ് ആക്കാൻ സാധിക്കും. അഗർ യോഗ നഹി സിർഫ് ജ്ഞാൻ സുനാത്തെ തോ തീർ ലഗ് നഹി സക്ത. പക്ഷെ നമ്മൾ യോഗയൊന്നും ചെയ്യുന്നില്ല, നമ്മുടെ ഉള്ളിൽ ശക്തി ഇല്ല എങ്കിൽ മറ്റുള്ളവർക്ക് ജ്ഞാനം കേൾപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് അവരിൽ അമ്പ് തറയ്ക്കുന്ന പോലെ തറയ്ക്കുകയില്ല. നമ്മൾ യോഗയൊക്കെ ചെയ്ത് ശക്തി നിറഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മുടെ വാക്കുകളിലും ആ ശക്തി വരും. അപ്പോൾ മറ്റുള്ളവരുടെ ബുദ്ധിയിലേക്ക് അത് പതിയും. फल कोई कितना भी फफक से अपना अनुभव सुनाए लेकिन गुद में धारणा नहीं तो दिल खाता रहेगा. ഇല്ലാതെ നമ്മൾ എത്ര ഷോയോടുകൂടി എത്ര ഭംഗിയായിട്ടൊക്കെ നമ്മുടെ അനുഭവം മറ്റുള്ളവർക്ക് കേൾപ്പിച്ചു കൊടുക്കുക, പക്ഷെ ആ സമയത്ത് നമുക്ക് ധാരണയൊക്കെ കുറവായിട്ടായിരിക്കുന്നെങ്കിൽ നമ്മുടെ തന്നെ മനസ്സാക്ഷി കുത്തും, എനിക്കിതിൻ്റെ ധാരണയില്ലല്ലോ എന്നുള്ള മനസ്സാക്ഷി കുത്തലുണ്ടാകും. അതുകൊണ്ട് നന്നായിട്ട് യോഗ ചെയ്യണം, ജ്ഞാനത്തെ നമ്മൾ ധാരണ ചെയ്യണം. ഇന്നത്തെ ധാരണ പോയിന്റ്സ് ബാബ പറയുന്ന ഫസ്റ്റ് പോയിന്റ്, ഹം മീട്ടെ ബാപ് കെ ബच्चे ഹെ, ആപ്പസ് മേ മീട്ടെ ബഹൻ ഭായ് ഹോക്കർ രഹനാ. നമ്മൾ മധുരമായ അച്ഛൻ്റെ കുട്ടികളാണ്. അപ്പോൾ നമ്മൾ പരസ്പരം സഹോദരി സഹോദരന്മാരെന്ന ആ മധുരമായ ബന്ധത്തിലിരിക്കണം. അങ്ങനെ സഹോദരി സഹോദരൻ എന്ന് പറയുമ്പോൾ അവിടെ കാമത്തിൻ്റെയോ മോഹം എന്ന വികാരമൊന്നും ഉണ്ടാകുകയില്ല. ബാക്കി എല്ലാ സംബന്ധങ്ങളിലും മോഹം ഉണ്ടാകാൻ ദൃഷ്ടി ചഞ്ചലമാകുന്നുണ്ട് എങ്കിൽ നമ്മൾ ആത്മീയ സർജനോട് പറയണം. നമ്മൾ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ എവിടെയാണോ മെഡിറ്റേഷൻ ചെയ്യുന്ന സ്ഥലം അവിടെ പോയിട്ടിരുന്നിട്ട് നമുക്ക് ഈശ്വരനോട് സംസാരിക്കാം, ആത്മീയ സംഭാഷണം ചെയ്യാം. അപ്പോഴാണ് നമ്മൾ ഈശ്വരനെ ഓർമ്മിക്കുന്നത്. നമ്മൾ കണക്റ്റഡ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഈശ്വരൻ്റെ സത്യമായ സുഹൃത്താണെങ്കിൽ അച്ഛനായിട്ട് കാണാം. അങ്ങനെ ഈശ്വരനോട് നമ്മൾ തുറന്ന് നമ്മളുടെ എന്താണോ നമുക്കുള്ള വീക്ക്നെസ്, അതേമാതിരി എന്താണ് ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് ആ കാര്യം എഴുതി അറിയിക്കുക. അപ്പോൾ എഴുതുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ പ്രയത്നിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബുദ്ധി പതിയും. അടുത്ത ദിവസം നമുക്ക് അതിൻ്റെ സ്മൃതി ഉണ്ടാകും. നമ്മുടെ മനസ്സും ഫ്രീ ആകും, നമുക്ക് ഈശ്വരൻ്റെ ശക്തി ലഭിക്കും. പിന്നെ ഈശ്വരൻ്റെ സ്മൃതിയിൽ പോയി കിടന്നുറങ്ങണം. രണ്ടാമത്തെ പോയിന്റ് നോക്കാം, കബീബി ആപ്പസ് മേ മതഭേദമേ നഹി ആനാ ഹെ. ഒരിക്കലും പരസ്പരം അഭിപ്രായ വ്യത്യാസത്തിൽ വരാൻ പാടില്ല. ഫ്രാങ്ക് ദിൽ ബൻ സർവീസ് കർണി. നമ്മൾ വിശാല ഹൃദയരായിട്ട് സേവനം ചെയ്യണം. ഇപ്പോൾ നമ്മൾ കുറച്ച് പേര് കൂടി ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ചർച്ച ചെയ്യുമ്പോൾ അതിൽ ആരാണോ നല്ല നിർദ്ദേശം നൽകുന്നത്, അഭിപ്രായം പറയുന്നത്, അക്കാര്യം നമ്മൾ എല്ലാവരും കൂടെ അംഗീകരിച്ച് അത് ചെയ്യാം എന്ന് നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ, ആ കർമ്മം ചെയ്യുമ്പോൾ നമുക്ക് നല്ല വിജയം ഉണ്ടാകും. സങ്കല്പവും സമയമൊന്നും വേസ്റ്റ് ആകത്തില്ല. അത് ആത്മാർത്ഥതയോടുകൂടിയും ചെയ്യണം, സന്തോഷത്തോടുകൂടിയും ചെയ്യണം. അപ്പോൾ നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോരുത്തർക്കും വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടായിരിക്കും. അപ്പോൾ ചിലപ്പം നമ്മളുടെ കാര്യം വളരെ ഭംഗിയായി നടക്കാൻ വേണ്ടി, വിഘ്നമില്ലാതെ ഭംഗിയായി നടക്കാൻ വേണ്ടി അവരുടെ ആ നിർദ്ദേശത്തെ നമ്മൾ അംഗീകരിക്കുന്നത് തെറ്റില്ല. അങ്ങനെ ഒരു കാര്യം വിജയിക്കണമെങ്കിൽ നമുക്ക് ക്ഷമ എന്ന ഗുണം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ എല്ലാവരും ഉൾക്കൊള്ളാനുള്ള ശക്തി ഉണ്ടായിരിക്കണം. എങ്കിൽ എത്ര അസംഭവ്യമായ വലിയ പർവ്വതം പോലുള്ള കാര്യമാണെങ്കിലും ശരി, എല്ലാവരുടെയും ചെറു ചെറു വിരൽ പോലുള്ള സഹായം കൊണ്ട് നമുക്ക് ഈ പർവ്വതത്തെ ഉയർത്താൻ സാധിക്കും, വിജയം നേടാൻ സാധിക്കും. अपने तन मन धन से बहुत बहुत नम्रता से सेवा कर सबको बाप का परिचय देना है. തൻ്റെ ശരീരം, മനസ്സ്, ധനം കൊണ്ട് വളരെ വിനയത്തോടുകൂടി, വളരെ വിനയത്തോടുകൂടി സേവ ചെയ്ത് ബാബയുടെ പരിചയം മറ്റുള്ളവർക്ക്, സന്ദേശം മറ്റുള്ളവർക്ക് നൽകണം.
ഇന്ന് ഈശ്വരൻ നൽകുന്ന വരദാനം എന്താണെന്ന് നോക്കാം. अपने श्रेष्ठ जीवन द्वारा परमात्मा ज्ञान का प्रत्यक्ष प्रूफ देने वाले माया प्रूफ भव. തൻ്റെ ശ്രേഷ്ഠമായ ജീവിതത്തിലൂടെ പരമാത്മാവിൻ്റെ ജ്ഞാനത്തിൻ്റെ തെളിവ് തന്നിലൂടെ പ്രത്യക്ഷമാക്കുന്ന माया प्रूफाई भविकटे. एक्सप्लेनेशन. स्वयं को परमात्मा ज्ञान का प्रत्यक्ष प्रमाण व प्रूफ समझने से माया प्रूफ बन जाएंगे. സ്വയം തന്നെ പരമാത്മ ജ്ഞാനത്തിൻ്റെ പ്രത്യക്ഷമായ തെളിവാണ് ഞാൻ എന്ന് മനസ്സിലാക്കുന്നതിലൂടെ മായ പ്രൂഫ് ആകാൻ സാധിക്കും. പ്രത്യക്ഷ പ്രൂഫ് ആപ്കി ശ്രേഷ്ഠ പവിത്ര ജീവൻ. ഈശ്വരൻ നൽകുന്ന ജ്ഞാനത്തിൻ്റെ പ്രത്യക്ഷമായ തെളിവാണ് നമ്മളുടെ ശ്രേഷ്ഠമായ പവിത്രമായ ജീവിതം. सबसे बड़ी असंभव से संभव होने वाली बात प्रवृत्ति में रहते पर वृत्ति में रहना. പ്രവൃത്തിയിലിരുന്നിട്ട്, അതായത് ഗൃഹസ്ഥ ജീവിതത്തിൽ എല്ലാ ജോലികളും ബന്ധങ്ങളെല്ലാം നിറവേറ്റിക്കൊണ്ട് അതിനെല്ലാം ഉപരിയായി പരവൃത്തിയിലിരിക്കുക, അതായത് ആത്മസ്മൃതിയിൽ പരമാത്മസ്മൃതിയിൽ എല്ലാം സാക്ഷിയായിട്ട് ചെയ്യാൻ സാധിക്കുക. ഇത് ലോകത്തിലെല്ലാവരും ചിന്തിക്കുന്നത് ഇതൊക്കെ അസംഭവ്യമായ കാര്യമെന്നാണ്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഇതിപ്പോൾ സംഭവ്യമായിരിക്കുകയാണ്. देह और देह की दुनिया के संबंधों से पर रहना. ദേഹം അതോടൊപ്പം തന്നെ ദേഹത്തിൻ്റെ സംബന്ധങ്ങളിൽ നിന്നും വേറിട്ടിരിക്കുക, ഉപരിയായിരിക്കുക. അതായത് ഒന്നും ഭാരമായി തോന്നാൻ പാടില്ല. ദേഹമാകട്ടെ ദേഹത്തിൻ്റെ സംബന്ധം നിറവേറ്റുമ്പോഴും മോഹം ഉണ്ടാകാൻ പാടില്ല, ഇല്ല ഇതൊക്കെ ഒരു ബന്ധനമാണ് ഭാരമാണെന്ന് തോന്നാൻ പാടില്ല. അപ്പം അതിനും ഉപരിയായിരിക്കുക. पुराने शरीर की आंखों से पुरानी दुनिया की वस्तुओं को देखते हुए ना देखना. അതുപോലെ തന്നെ ഈ പഴയ ശരീരത്തിൻ്റെ ഈ കണ്ണുകളിലൂടെ ഈ പഴയ ലോകത്തെ കണ്ടുകൊണ്ടും ഇതിനെ കണ്ടിട്ടും കാണാതിരിക്കുക. അതായത് ഇപ്പം ഈ ലോകം തമോ ഗുണിയായിരിക്കുകയാണ്. ഇത്ര ആകർഷിക്കുന്ന സുന്ദരമായ കാര്യങ്ങളാകട്ടെ എല്ലാം തന്നെ ഇപ്പോൾ പൊള്ളയായിരിക്കുകയാണ്, ഒന്നിലും ഗുണങ്ങളില്ല. അതുകൊണ്ട് തന്നെ എല്ലാം ദുഃഖം നൽകുന്നതുമാണ്. അതുകൊണ്ട് ഇതിനെയൊക്കെ കണ്ടിട്ട് കാണാതിരിക്കണം. ഈ പഴയ ലോകത്തിലെ ഒന്നും തന്നെ, വസ്തുക്കളാകട്ടെ വ്യക്തികളാകട്ടെ, ഒന്നും തന്നെ നമ്മളുടെ മനസ്സിനെ സ്വാധീനിക്കാൻ പാടില്ല. അങ്ങനെ പവിത്രമായ ജീവിതം നയിക്കണം. യഹി പരമാത്മാക്കോ പ്രത്യക്ഷ കർണേവ മായാപ്രൂഫ് ബന്നേക്ക സഹജ സാധന. ഇതാണ് പരമാത്മാവിനെ നമ്മളിലൂടെ പ്രത്യക്ഷമാക്കുക, അല്ലെങ്കിൽ മായാ പ്രൂഫ് ആകുന്നതിനുള്ള സഹജമായ വഴി. ഇന്നത്തെ സ്ലോഗൻ എന്താണെന്ന് നോക്കാം. അറ്റൻഷൻ രൂപി പഹരേദാർ ടീക് ഹേ തോ അതീന്ദ്ര സുഖ കാ ഖജാന കോ നഹി സക്ത. അറ്റൻഷൻ, ശ്രദ്ധയാകുന്ന കാവൽക്കാരൻ ശരിയായിട്ടാണ് ഇരിക്കുന്നത് എങ്കിൽ അതീന്ദ്ര സുഖമാകുന്ന ഖജനാവ് നഷ്ടമാകില്ല. ആത്മസ്മൃതിയിൽ ഇരുന്നുകൊണ്ട് പരമാത്മാവിനെ ഓർമ്മിക്കുമ്പോൾ ലഭിക്കുന്നതാണ് അതീന്ദ്ര സുഖം. അപ്പം അതീന്ദ്ര സുഖത്താൽ ആത്മാവ് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇന്ദ്രിയ സുഖങ്ങളിലേക്ക് ആകർഷണം ഉണ്ടാവുകയില്ല. പക്ഷെ എപ്പോഴാണോ നമ്മളുടെ ശ്രദ്ധയാകുന്ന കാവൽക്കാരൻ ദുർബലനാകുന്നത്, അപ്പോൾ നമുക്ക് വീണ്ടും ദേഹബോധം ഉണ്ടാകും. ദേഹബോധം ഉണ്ടാകുമ്പം ഈ അതീന്ദ്രിയ സുഖമെല്ലാം തന്നെ നഷ്ടമായി വീണ്ടും ഇന്ദ്രിയ സുഖങ്ങളിലേക്ക് മനസ്സലയാൻ തുടങ്ങും. അതുകൊണ്ട് ഈ ശ്രദ്ധയാകുന്ന കാവൽക്കാരൻ എപ്പോഴും ആക്റ്റീവായിരിക്കണം. ഇന്ന് പ്രാക്ടീസ് ചെയ്യേണ്ട സമ്മാനം, ഞാൻ ഈശ്വരൻ്റെ ജ്ഞാനത്തെ എൻ്റെ ശ്രേഷ്ഠ പവിത്രമായ ജീവിതത്തിലൂടെ പ്രത്യക്ഷമാക്കുന്ന പ്രത്യക്ഷ തെളിവാണ്, മായ പ്രൂഫാണ്. ഈ പ്രാക്ടീസ് ഇന്ന് ചെയ്യാം. ഓം ശാന്തി.